പടച്ചോനെ, ഒരു കരച്ചിലിന്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വരുന്നത് കേട്ടോ. ഇതൊന്ന് കേട്ടു നോക്ക് നിങ്ങള്. ആരാന്നല്ലേ? നമ്മുടെ ബഷീർ എം.എൽ.എ കരയാണ് നിയമസഭയില്. എന്താ വിഷയമെന്നല്ലേ? ആ രണ്ട് ഉസ്താദുമാരെ മന്ത്രി വി ശിവൻകുട്ടി സാറും അവരൊന്ന് സ്വീകരിച്ച്, അവരുടെ പേഴ്സണൽ സെക്രട്ടറിമാരൊക്കെ ഒന്ന് സ്വീകരിച്ചിരുത്തി. അതാണ് മാറ്റർ. അത് സഹിക്കണില്ല കണ്ടിട്ടേ. അതെന്താന്നറിയാമോ? തലയിലൊരു തലയെക്കെട്ടുണ്ട്, പിന്നെ വെള്ളക്കുപ്പായം വെള്ള തുണിയാണ്. പടച്ചോനെ, സുന്നികളല്ലേ? അത് ദഹിക്കോ? ദഹിക്കൂല. അതാണ് വിഷയം, വേറെ ഒന്നുമല്ല. വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളീക്കൊന്ന് വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത രണ്ടു കൂട്ട് മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സുരക്ഷിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികയാണ്. അപ്പോൾ 2 മൂല്യന്മാര് വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ തന്നെ ബാക്കിൽ നിന്ന് പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോ മന്ത്രിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ ഇതൊക്കെ എന്താണ് പറയുന്ന പോലെ? ഈ ഒരു സാമാന്യ മര്യാദ എന്ന നിലക്ക് ആര് പോയാലും, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എതിർകക്ഷികൾ വന്നാൽ പോലും നമ്മൾ അവരെ നന്നായിട്ട് സ്വീകരിച്ചിരുത്തും. അവർക്ക് വേണ്ടൊക്കെ നമ്മളൊന്ന് കൊടുക്കും. ആ ഒരു ബോധം പോലും ഇല്ല. ഒരു MLA ആണത്രേ നിയമസഭാ സമ്മേളനത്തില് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ വരികളൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. സഹിക്കാൻ പറ്റണില്ലാന്ന്. MLA ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. പിന്നെ പണ്ടാ കണ്ടിരുന്ന അങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ നടന്നിരുന്ന, താഴ്ന്നു കൂണ് നടന്നിരുന്ന അവരല്ല ഇപ്പൊ. പവർ കൂടിയിട്ടുണ്ട് ഉസ്താദന്മാർക്ക്. ഇപ്പൊ നിങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ ഇപ്പൊ ഉസ്താദന്മാർക്ക് കഴിയും. അതൊന്ന് മനസ്സിലാക്കി നിൽക്കുക കേട്ടോ. ഉസ്താദന്മാർക്ക് പവർ ഉണ്ട്. അവർക്ക് അവരുടേതായ സ്വാധീനങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ വിഷയങ്ങളും വിശേഷങ്ങളും വിശേഷണങ്ങളും ഒത്തിണങ്ങിയവർ തന്നെയാണ് ബഷീർ എം.എൽ.എ ഉസ്താദന്മാര്. പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ. സുന്നി പണ്ഡിതന്മാരൊക്കെ വളർന്ന് ഇനിയിപ്പോ ഈ ഏരിയകളിലൂടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ പണ്ഡിതന്മാരൊക്കെ ചിലപ്പോ അവിടെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അതും കഴിഞ്ഞ് കൺട്രികൾ തന്നെ മാറി 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 നടന്നു പോയി അവിടെയൊക്കെ ദീൻ പ്രചരിപ്പിച്ചും അവിടെയൊക്കെ പ്രസംഗങ്ങൾ നടത്തിയും എത്രത്തോളം വിചക്ഷണർക്ക് പോലും വിദ്യാസമ്പന്നർക്ക് പോലും ഇന്ന് ക്ലാസ് എടുത്തു കൊണ്ടുവരാൻ കെലിപ്പുള്ള കഴിവുറ്റ പ്രതിഭകൾ തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാർ എന്നൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ നിന്റെ കാര്യം ആലോചിച്ച് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം സങ്കടവും ഇല്ല. കാരണം എന്താണെന്നറിയാമോ? സീരാജിയുടെ മോനല്ലേ ആ പണ്ടത്തെ. അപ്പൊ അതൊക്കെ കൂടെ ഒന്ന് ഇവിടെ അയവിറക്കണില്ല. ഞാനും ആ നാട്ടുകാരൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. മത്തം കുത്തിയ മത്തം തന്നെ വിളയുള്ളൂ, കുമ്പളം വിളയുന്നതല്ല.